പോകുന്നത് UAE-ക്കാരുടെ ഉത്സവമായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കാണാനാണ്. എല്ലാ വർഷത്തിലും ജനുവരി ഡിസംബർ നടക്കാറാണ് പതിവ്. ഈ വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് 18 വരെ ആക്കിയിട്ടുണ്ട്. അതായത് നാളെയും കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ കലാശക്കൊട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് റാസൽ ഖൈമയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 hours ട്രാവൽ ഉണ്ട്. അതായത് 3 എമിറേറ്റ്സ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ. ഉമൽ കോയിൻ, അജ്മാൻ, ഷാർജ, ദുബായ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. എന്തായാലും ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ. ലൈനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ദുബായിയുടെ ബിൽഡിംഗ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പം എന്താവുമെന്നറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. ഏകദേശം ഇവിടെ ഇരുട്ടായി തുടങ്ങി. നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ ലേറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ എന്തായാലും ഇരുട്ടാവും. അപ്പം ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. ഓളങ്ങളാൽ കാലങ്ങളിൽ കൈകോർത്തു നാം ഇന്നും നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം ഇന്നും കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൻ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന ഏകദേശം ജയിന്റ് വീലോ ഇവിടെയാട്ടോ നമുക്ക് എത്തേണ്ടത്. നമ്മൾ ഏകദേശം റീച്ചായി കൊണ്ടിരിക്കുന്നു. നല്ല ട്രാഫിക്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് അവിടെ എത്തണം കേട്ടോ. അവിടെ കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ നടന്നു പോവാണ്. ഓക്കെ, നമുക്ക് കാഴ്ചയെടുക്കാൻ. റിക്ഷയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരാൾക്ക് പെർ ഹെഡ് 10 ദിർഹം പോകുന്ന റിക്ഷ. നമ്മൾ പക്ഷെ നടന്നു പോവാൻ വിചാരിച്ചു. നടക്കുന്ന ആ ഒരു വൈബ് അതിന് വേറൊരു സുഖമല്ലേ. ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. സമയം ഏകദേശം 7 മണിയായി. 7 അല്ല 8 മണിയായി. ചൂടായി വരുന്നുണ്ട്.
നമുക്ക് നമ്മളൊരു ഡിസംബർ ജനുവരിയിലൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ചൂടായി ഇവിടെ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റാണ് നടക്കുന്നത്. ഇനിയും കൊണ്ട് നടക്കാൻ. ഈ നടക്കാനുള്ള ആവേശം അങ്ങോട്ട് പോകുന്ന പോലെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ച് നടക്കുകയാണ്. സൈക്കിൾ റിക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു അതിൽ പോകണ്ട, നമുക്ക് നടന്ന് തന്നെ പോകാം, ആ വൈബ് എടുത്ത് തന്നെ പോകാൻ വിചാരിച്ച് ഞങ്ങൾ നടക്കാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. നമ്മൾക്ക് ഇതിൽ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പെർ ഹെഡിന് 15 dirhams ആണ്. ടിക്കറ്റ്സ് എടുത്തു. ടാറ്റോ ഗൈസ് എൻട്രൻസ് ഗ്ലോബൽ വില്ലേജ്. നമ്മൾ കയറാൻ പോവാണ്. ഫുള്ള് ക്രൗഡാണ് കേട്ടോ. നമ്മളങ്ങനെ ജസ്റ്റ് എൻട്രി കഴിഞ്ഞു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആണ്. ഐ തിങ്ക് മേ ബി 70-75 കൺട്രീസിൻ്റെ സ്റ്റാൾസ് ഇവിടെ കാണാൻ കഴിയും. ഓരോ രാജ്യത്തിൻ്റെയും ട്രഡീഷണൽ ആക്സസറീസ്, ഡ്രസ്, ഓർണമെൻറ്റ്സ്, ക്ലോത്ത്സ്, ഹാൻഡ് മെയ്ഡ്, ക്രാഫ്റ്റ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ ആർട്ടും ഡാൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഗൈസ്. ഈ കാണുന്നതൊക്കെ ഓരോ ഫുഡ് കോർട്ടാണ്. അവിടെ പലവിധമായ വെറൈറ്റി ഫുഡ്സൊക്കെ അവൈലബിൾ ആണ്. ഐസ്ക്രീം, അതിന് വേണ്ട ഷവർമ, പലവിധം വെറൈറ്റി ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സംഭവം.
നമുക്കിനിയും കുറേ കാണാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ലോങ് വീഡിയോ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ലോങ് വീഡിയോ നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. സീ യു.